തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കാൻ ബി.ജെ.പി. ആദ്യഘട്ടത്തിൽ 67 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. ശാസ്തമംഗലത്ത് മുൻ ഡി.ജി.പി. ശ്രീലേഖ മത്സരിക്കും. പത്മിനി തോമസ് പാളയത്തും ബി രാജേഷ് കൊടുങ്ങാനൂരിലും മത്സരിക്കും. അഴിമതി രഹിത അനന്തപുരി ലക്ഷ്യമെന്ന് പാർട്ടി അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പ്രതികരിച്ചു. വിനോദ് കുമാർ എൽ.വി, പുന്നയ്ക്കാമുകൾ കെ മഹേശ്വരൻ നായർ, പൂജാപ്പുറ രാജലക്ഷ്മി ടി, കരമന അജിത്, പാപ്പനംകോട് നിരമംഗല ഹരി, കരുമം ആശാനാഥ് GS, മേലാംകോട് പാപ്പനംകോട് സജി, പൊന്നുമംഗലം ശ്രീദേവി SK. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും രജിത്ത് ചേരുന്നുണ്ട്. രജിത്ത്, ഇത്തവണ പ്രമുഖരെ കളത്തിലിറക്കി തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കാൻ തന്നെയാണ് ബി.ജെ.പിയുടെ തീരുമാനം. അഴിമതി രഹിത അനന്തപുരിയാണ് ലക്ഷ്യമെന്നാണ് രാജീവ് ചന്ദ്രശേഖർ പ്രതികരിച്ചത്. തീർച്ചയായും 67 പേരുടെ പട്ടികയാണ് ഇപ്പോൾ ബി.ജെ.പി. പുറത്തുവിട്ടിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികൾ എന്നിവർ DGP R. ശ്രീലേഖ ഓർ പത്മിനി തോമസ് ഉൾപ്പെടെയുള്ളവരുണ്ട്. ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നത് പത്മിനി തോമസ് ആണ്. മാഡം, സജീവ രാഷ്ട്രീയത്തിലേക്ക് ഒപ്പം തന്നെ ബി.ജെ.പി. രാഷ്ട്രീയത്തിലേക്ക് എത്തുമ്പോൾ എങ്ങനെയാണെന്ന് തോന്നുന്നത്? പാളയത്ത് നിന്ന് മത്സര രംഗത്തെ കൂടി എത്തുകയാണ്. അതെ, ഞാൻ പാളയം വാർഡിലാണ് സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്നത്. പാളയം വാർഡിനെ പറ്റി പറയുമ്പോഴത്തേക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ടുള്ള വാർഡാണ്. സ്റ്റേഡിയം, അതുപോലെ തന്നെ നമുക്കൊരു നല്ലൊരു ആരോഗ്യമുള്ളൊരു സമൂഹത്തെ വളർത്തിയെടുക്കാനും പറ്റിയൊരു സാഹചര്യം അവിടെ ഉണ്ട്. പിന്നെ നമ്മുടെ പാളയം വാർഡിനെ പറ്റി പറയുകയാണെങ്കിൽ അവിടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. വെള്ളത്തിൻ്റെ പ്രശ്നമുണ്ട്, ഡ്രെയിനേജ് പ്രശ്നമുണ്ട്, അതുപോലെ തന്നെ വേസ്റ്റ് മാനേജ്മെൻറ്റിൻ്റെ പ്രശ്നമുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പം അവരോടെല്ലാവരോടും ഒത്തുനിന്നൊരു സ്പോർട്സ്മാൻ സ്പിരിറ്റോടുകൂടി എല്ലാ കാര്യങ്ങളും ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. നേരത്തെ സ്പോർട്സ്മാൻ സ്പിരിറ്റ് കാത്തു സൂക്ഷിക്കുക. ഒപ്പം തന്നെ നേരത്തെ ഈ സ്പോർട്സ് കൗൺസിലിന്റെ പ്രസിഡന്റ് കൂടിയായിരുന്നു, സംസ്ഥാന പ്രസിഡന്റ് കൂടിയായിരുന്നു. അപ്പം കോൺഗ്രസിന്റെ ഒരു പ്രവർത്തക കൂടിയായിരുന്നു. എങ്ങനെയാണ് അതിനെ കാണുന്നത് പെട്ടെന്ന് ബി.ജെ.പിയിലേക്കുള്ള? ബി.ജെ.പിയിലേക്കുള്ള വരവില്ല, അതെല്ലാം എനിക്ക് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി തരുന്ന കാര്യമാണ്. ഞാൻ ഇരുന്ന സമയത്താണ് നാഷണൽ ഗെയിംസ് നടന്നത്. നമ്മുടെ കേരളത്തിലെ സ്റ്റേറ്റ് തലത്തിൽ 1ാം സ്ഥാനത്ത് എത്തിക്കാനായിട്ട് സാധിച്ചു. കോൺഗ്രസിൽ ഇരുന്നപ്പോഴും എനിക്ക് അവിടെ നല്ലപോലെ പ്രവർത്തിക്കാനായിട്ട് സ്പോർട്സിൻ്റെ ദേശീയ കായികവേദിയുടെ പ്രസിഡന്റ് ആയിരുന്നു ഞാൻ. എന്നെക്കൊണ്ട് കഴിയാവുന്ന രീതികളിൽ എല്ലാം ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഇപ്പം നമ്മൾ കാണുന്ന ലൈം ലൈറ്റ് ആയിട്ട് കാണുന്ന നമ്മുടെ ബോധിജിയുടെ കായിക രംഗത്തുള്ള എന്താ പറയുക, കൊടുക്കുന്ന ആ ഉത്തേജനം വേറെ ഒരു പ്രധാനമന്ത്രിയും ചെയ്യാത്ത കാര്യമാണ്. കേരളത്തിലാണെങ്കിൽ രാജീവ് ജി വന്നതിന് ശേഷം ബി.ജെ.പിക്ക് ഭയങ്കര ഒരു മുന്നേറ്റമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ബി.ജെ.പി. കോർപ്പറേഷൻ ഭരിക്കും. അതിനകത്തൊരു കൗൺസിലർ ആകണമെന്നാണ് എൻ്റെ ആഗ്രഹം. പാളയത്ത് എന്തൊക്കെ വികസന പ്രവർത്തനങ്ങളാണ് മുന്നോട്ട് വരുന്നത്? പാളയത്ത് ഞാൻ പറഞ്ഞല്ലോ, വികസന പ്രവർത്തനം എന്ന് പറഞ്ഞാൽ റോഡിൻ്റെ പ്രശ്നങ്ങളുണ്ട്. അവിടെ ഇപ്പം നമുക്കൊരു ഹെൽത്ത് യൂണിറ്റ് ഇല്ല. അങ്ങനെ പല പല പ്രശ്നങ്ങളുണ്ട് അവിടെ. അപ്പം അവിടെയുള്ള ജനങ്ങൾക്ക് വേണ്ടിയിട്ട് കാര്യങ്ങൾ ചെയ്യും. ഒപ്പം കോർപ്പറേഷൻ ഇരിക്കുന്നത് പാളയത്ത് ആണ്. അപ്പം നമുക്കറിയാമല്ലോ, എല്ലാ കാര്യങ്ങളും വളരെ ഓടിച്ചാടി നടന്ന് ചെയ്യാനായിട്ട് ഉള്ള ഒരു അവസരവും കൂടിയാണ് എനിക്ക്. എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടോ അതെല്ലാം പഠിച്ചത് പരിഹരിക്കണം എന്നുള്ള ആഗ്രഹം. എല്ലാവിധ ആശംസകളും. അതുതന്നെയാണ് സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റുകൾ ഓരോരുത്തരായി വരികയാണ്. നമുക്ക് 67 പേരുടെ ലിസ്റ്റുകളാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതിൽ തന്നെ കോൺഗ്രസിൽ നിന്ന് എത്തിയിട്ടുള്ള കെ മഹേശ്വരൻ നായർ തമ്പാനൂർ സതീഷ് തമ്പാനൂരിലും മത്സരിക്കുന്നുണ്ട്. പത്മിനി തോമസ് ഇപ്പോൾ നമ്മോട് സംസാരിച്ച പത്മിനി തോമസ് പാളയത്താണ് മത്സരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു പ്രായം കൂടിയ ഒരു സ്ഥാനാർത്ഥി എന്ന് തന്നെ പറയാം. 1989 6 ആദ്യ കൗൺസിലർമാരിൽ ഒരാളായിരുന്ന അശോക് കുമാർ, അദ്ദേഹവും മത്സര രംഗത്തേക്ക് എത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ VV രാജേഷ്, നേരത്തെ പൂജപ്പുരയിൽ മത്സരിച്ചിരുന്ന VV രാജേഷ് വാർഡ് മാറി ഇപ്പോൾ കൊടുങ്ങാനൂരിലേക്കാണ് അദ്ദേഹം എത്തിയിട്ടുള്ളത്. ഒപ്പം തന്നെ MR ഗോപൻ, ഇത്തവണ അദ്ദേഹം നേമത്താണ് മത്സരിക്കുന്നത്. നേരത്തെ പൊന്നുമംഗലം വാർഡിൽ മത്സരിച്ചുകൊണ്ടിരുന്ന സ്ഥാനാർത്ഥിയാണ്. അത്തരത്തിൽ 67 പേരുടെ പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികൾ, വാർഡിലേക്ക് പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെയുള്ളവരുടെ പേരുകളാണ് ഇന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത്. വികസിത അനന്തപുരി എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് തങ്ങളുടെ പ്രവർത്തനം. ഓരോ കൗൺസിലർമാരും വികസിത അനന്തപുരിക്കായി പ്രവർത്തിക്കും എന്നും അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കി. ഈ 67 പേരുടെ ലിസ്റ്റ്
ലിസ്റ്റുകൾ ഇപ്പോൾ പ്രഖ്യാപിക്കുന്നു. ബാക്കിയുള്ള ആളുകളുടെ ലിസ്റ്റുകൾ താമസിയാതെ തന്നെ എത്തും എന്ന കാര്യമാണ് അവർ BJP നേതൃത്വം വ്യക്തമാക്കുന്നത്. ഒപ്പം തന്നെ എന്തൊക്കെ വികസന പ്രവർത്തനങ്ങളാണോ BJP കോർപ്പറേഷനിൽ നടത്താൻ പോകുന്നത് അതിൻ്റെ ഒരു വികസിത രേഖ തന്നെ കൃത്യമായി തന്നെ വരും ദിവസങ്ങളിൽ ജനങ്ങൾക്കിടയിലേക്ക് എത്തിക്കും എന്ന കാര്യവും അദ്ദേഹം വ്യക്തമാക്കുന്നു. നിലവിൽ സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റുകൾ ഇപ്പോൾ ശാസ്തമംഗലത്താണ് ആർ ശ്രീലേഖ IPS മത്സര രംഗത്തേക്ക് അല്പം മുമ്പ് നമ്മൾ അവരോട് സംസാരിക്കുകയും ചെയ്തിരുന്നു. അവർ വ്യക്തമാക്കിയത് BJPയുടെ വികസന നയം അത് നഗരത്തിലേക്ക് എത്തിക്കുക, ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നത് തന്നെയാണ് തൻ്റെ ലക്ഷ്യം. തനിക്ക് അപരിചിതമായ ഒരു മണ്ഡലമല്ല, അല്ലെങ്കിൽ തനിക്ക് അപരിചിതമായ ഒരു വാർഡല്ല എന്ന് അദ്ദേഹം ശാസ്തമംഗലം എന്ന് അവർ വ്യക്തമാക്കുകയും ചെയ്തു. കാരണം തൻ്റെ സ്ഥലം തന്നെയാണ്, അതുകൊണ്ട് തന്നെ വലിയ പ്രശ്നങ്ങൾ തനിക്ക് ഉണ്ടാകില്ല എന്ന കാര്യം അവർ കൃത്യമായി പറയുന്നു. അതുകൊണ്ട് തന്നെ വിജയിച്ചു കയറാൻ കഴിയും എന്ന പ്രതീക്ഷ അവർ വെച്ചു പുലർത്തി. ഒപ്പം തന്നെ പൂജപ്പുരയിൽ രാജ്യലക്ഷ്മി ടി, നേമത്ത് MR ഗോപൻ, അതുപോലെ തന്നെ തിരുവല്ലം S ഗോപകുമാർ, നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതാണ്, പാളയത്ത് പത്മിനി തോമസ്, ഒപ്പം തന്നെ തമ്പാനൂർ സതീഷ് തുടങ്ങി സ്ഥാനാർത്ഥികളാണ് മത്സര രംഗത്തേക്ക് എത്തിയിട്ടുള്ളത്. ഇപ്പോൾ നമ്മോടൊപ്പം കൂടുതൽ അല്പസമയത്തിനകം തന്നെ നമ്മോടൊപ്പം ഇപ്പോൾ K. മഹേശ്വരൻ നായർ, അദ്ദേഹം നമ്മോടൊപ്പം ചേരുകയാണ്. കോൺഗ്രസ് വിട്ട് BJPയിലേക്ക് എത്തിയതിനു ശേഷം സ്ഥാനാർത്ഥിയായി ഒരു 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് സജീവ രാഷ്ട്രീയത്തിലേക്ക് വീണ്ടും തിരികെ എത്തുന്നത്. ഏകദേശം 20 വർഷത്തോളം കൗൺസിലറായിരുന്നു. ഏത് വാർഡിലായിരുന്നു അന്ന് കൗൺസിലറായിരുന്നു? ഇപ്പോഴത്തെ ഒരു മാറ്റം അതെങ്ങനെയാണ് ഉൾക്കൊള്ളുന്നത്? പൂജപ്പുര വാർഡിലായിരുന്നു. പൂജപ്പുര വാർഡെന്ന് പറയുമ്പം അതിൻ്റെ സമീപത്താണ് പുന്നയ്ക്കാമുകൾ വാർഡിപ്പോൾ. കഴിഞ്ഞ കാലങ്ങളിൽ ആ പ്രദേശത്തെ വികസനം കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി, ജാതിയോ മതമോ ചിന്തയ്ക്ക് അതീതമായി ആ പ്രദേശത്തെ വിജയിച്ചു കഴിഞ്ഞാൽ ഒരു കൗൺസിലർ എന്നുള്ള നിലയിൽ എല്ലാ പ്രദേശത്തും എല്ലാവരെയും എന്ത് വിഷയങ്ങളും ഇടപെട്ട് കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്തിട്ടുള്ള ഒരാളാണ്. പക്ഷേ ഇപ്പോൾ വീണ്ടും അതുകൊണ്ടായിരിക്കാം BJP ഇപ്പോൾ വീണ്ടും എന്നെ സ്ഥാനാർത്ഥിയാക്കി പുന്നയ്ക്കാമുകൾ വാർഡിലോട്ട് മാറ്റി. ആ പ്രദേശത്തെ ജനങ്ങൾക്ക് എന്നെ നല്ലവണ്ണം അറിയാം, പൂജപ്പുരയെക്കുറിച്ച് നല്ലവണ്ണം അറിയാം. ആ പ്രദേശവും ഈ നല്ല ഒരു വികസന പ്രവർത്തനം നടത്തുവാൻ പറ്റിയ ഒരു മേഖലയാണ്. ആ പ്രദേശത്തെ ജനങ്ങൾ BJPയെ അംഗീകരിക്കും, കഴിഞ്ഞ പ്രാവശ്യം അംഗീകരിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ആ പ്രദേശത്ത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എല്ലാവരെയും ഏത് വിഷയങ്ങൾക്കും എന്നാൽ കഴിയുന്ന ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ ഞാൻ വിജയിച്ചു വന്നാൽ ചെയ്യും. കോൺഗ്രസ് വിട്ട് BJPയിലേക്ക് എത്തുമ്പോൾ എത്രത്തോളം പ്രതീക്ഷയാണ്? എന്തൊക്കെ പ്രതീക്ഷകളാണ്? ഞാൻ ഒരു സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ഒരു ചുരുക്കി പറഞ്ഞാൽ നല്ല യൗവനകാലം മുഴുവൻ രാഷ്ട്രീയ പ്രവർത്തനം പൊതുരംഗത്ത് നിന്ന് പ്രവർത്തിച്ച ആളാണ്. അതുകൊണ്ട് ഇതിനകത്ത് വരാൻ കാരണം കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ, പ്രത്യേകിച്ചും നരേന്ദ്രമോദി ഗവൺമെൻറ്റിൻ്റെ പദ്ധതികൾ ഈ കേരളത്തിൽ വകമാറ്റി ചെലവഴിക്കുകയും വലിയ അഴിമതി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ആ സമയത്താണ് നമ്മുടെ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് വരുന്നത്. ആ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം മണ്ഡലത്തിൽ 7 നിയോജക മണ്ഡലങ്ങളിൽ ഉള്ള ഓരോ നിയോജക മണ്ഡലങ്ങളിലും എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം, അവിടുത്തെ വിഷയങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഇതുവരെ ഒരു MPമാരും ജയിച്ചവരും സ്ഥാനാർത്ഥികളും പഠിച്ചിട്ടില്ല, MPമാരും പഠിച്ചിട്ടില്ല. പക്ഷേ രാജീവ് ചന്ദ്രശേഖർ, നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ്, ബഹുമാനപ്പെട്ട പ്രസിഡന്റ് ഇവിടെ വന്നപ്പോൾ അദ്ദേഹം ഒരാഴ്ച കൊണ്ട് ഈ തിരുവനന്തപുരം പാർലമെൻറ്റ് മണ്ഡലത്തിൽ അടിസ്ഥാനപരമായ വികസനങ്ങൾ എന്തൊക്കെയാണ്, ജനങ്ങൾക്ക് എന്തൊക്കെയാണ് ആവശ്യം, അത് കടലോര പ്രദേശം ഉൾപ്പെടെയുള്ള പ്രദേശത്തുള്ള അദ്ദേഹത്തിന് നല്ല ദീർഘമായ കാഴ്ചപ്പാടുണ്ട്. ആ കാഴ്ചപ്പാടൊക്കെ മനസ്സിലാക്കിയാണ് ഞാനൊരു തീരുമാനമെടുത്തത്. പുതിയ എല്ലാവിധ ആശംസകളും നേരുകയാണ്. അപ്പോൾ അതുതന്നെയാണ് ഓരോ സ്ഥാനാർത്ഥികളും കൃത്യമായ കാഴ്ചപ്പാടുകൾ വെച്ച് പുലർത്തിക്കൊണ്ടാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും തന്നെ BJPയുടെ വികസിത അനന്തപുരി എന്ന ഒരു ലക്ഷ്യത്തോടു കൂടി തന്നെ പ്രവർത്തിക്കാൻ സജ്ജരായിരിക്കുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 67 പേരുടെ പട്ടികയാണ് ഇപ്പോൾ BJP പുറത്തുവിട്ടിരിക്കുന്നത്. ഇനി ബാക്കിയുള്ളവരുടെ പട്ടികകൾ വളരെ വേഗത്തിൽ തന്നെ ഉണ്ടാകും എന്ന കാര്യവും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. നിരവധി സ്ഥാനാർത്ഥികൾ എല്ലാവരും തന്നെ ഇവിടെ ഉണ്ടായിരുന്നു എന്നതാണ്. സ്ഥാനാർത്ഥികൾ ഓരോരുത്തരെയും അധ്യക്ഷൻ ഷാൾ അണിയിച്ചുകൊണ്ട് സ്വീകരിക്കുന്ന ഒരു കാഴ്ച കൂടി നമ്മൾ കണ്ടു. വരും ദിവസങ്ങളിലും പ്രചാരണ പരിപാടികളും സജീവ പ്രചാരണ പരിപാടികൾ നേരത്തെ മുതൽ തന്നെ ആരംഭിച്ചു കഴിഞ്ഞു. സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ പ്രചാരണ പരിപാടികൾക്ക് തുടക്കം കുറിച്ചിരുന്നു. സജീവ പ്രചാരണ പരിപാടികളുമായി ഇനി സ്ഥാനാർത്ഥികളും രംഗത്തേക്ക് എത്തുകയാണ്. ശരി, അഴിമതി രഹിത അനന്തപുരി ലക്ഷ്യമിട്ടാണ് ഇത്തവണ BJP മത്സര രംഗത്ത് ഇറങ്ങുന്നത്. രജിത്താണ് വിവരങ്ങൾ പങ്കുവച്ചത്.